നമസ്കാരം. ഇന്ന് ഇതുവരെ സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇനിയുള്ള ഒരു മണിക്കൂറിൽ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൈക്കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തി. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചു. പീഡനത്തിനിരയായെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച ആമസോൺ പാഴ്സൽ കവറിലെ മേൽവിലാസമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പേരൻസ് അറിഞ്ഞിട്ടില്ല. പേരൻസിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമാന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും. അതേസമയം അതിജീവിതയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആളാണെന്നുള്ള സൂചനകളുമുണ്ട്. നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് പോലീസ് നൽകുന്ന സൂചന. എസ് ശ്യാംകുമാർ ഉണ്ട് വിവരങ്ങളുമായി. ഈ സംഭവത്തിൽ പീഡിപ്പിച്ചയാളെ സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളായിരിക്കും ശ്യാംകുമാർ നൽകുക. കേസിന്റെ മറ്റു വിവരങ്ങൾ വിനീത വി ജി നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഒരു പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടേതായിരിക്കും ഈ കുഞ്ഞ്. അവിടെ ഈ പീഡിപ്പിച്ച ആൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടയാളാണ്, ബലം പ്രയോഗിച്ച് ഉപദ്രവിക്കുകയായിരുന്നു എന്ന മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ആളെ ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരപ്രകാരം ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട്. അതായത് ലൈംഗികമായി പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്ത ആൾ ആര് എന്ന വിവരം പെൺകുട്ടി തന്നെ നൽകിയിരുന്നു. ഇതിന്റെ ചാറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇയാളിലേക്കുള്ള ദൂരം വളരെ കുറവാണ് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും കസ്റ്റഡിയിലെടുക്കുകയും അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷം ഔദ്യോഗികമായി തന്നെ പോലീസ് ഇക്കാര്യം അറിയിക്കുമായിരിക്കും. ഏതായാലും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം ആ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളത് തന്നെയാണ് കുട്ടിയുടെ മൊഴി. അതോടുകൂടിയാണ് നിർബന്ധമായി ലൈംഗികമായി ഉപദ്രവിച്ച ഒരു കേസായതോടെയാണ് അതിജീവിത എന്നൊരു സ്റ്റാൻഡിലേക്ക് ഈ കേസിൽ ആ പെൺകുട്ടി മാറുന്നത്. ഏതായാലും കുട്ടിയുടെ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി എന്ന് സംശയിക്കുന്നയാൾ ഇപ്പോൾ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ചാറ്റുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഒരു ഡാൻസറാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പരിചയവും അതിനുശേഷമുള്ള ബന്ധങ്ങളും ഉൾപ്പെടെ അന്വേഷണ വഴിയിൽ വീണ്ടും പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതൽ പോലീസ് പങ്കുവെക്കുക. ഏതായാലും കുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിചയങ്ങളും ഇടപെടലുകളുമാണ് ഈ കേസിലേക്ക് നയിച്ചത്, പിന്നീട് ഈ ഒരു കൊലപാതകത്തിലേക്ക് പോലും എത്തിച്ചത് എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക്, ഈ കേസിൽ കുറ്റാരോപിതൻ എന്ന് സംശയിക്കുന്ന ആളിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ അയാളുടെ അറസ്റ്റ് ഒരു പക്ഷേ ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതിലെ പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ പാകത്തിൽ പോലീസിന് വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്യാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വിനീത വി ജിയുണ്ട് കേസിന്റെ മറ്റു വിവരങ്ങളുമായി. വിനീത, ഇതിനകത്ത് വളരെ ഉദ്വേഗജനകമായ ചില കാര്യങ്ങളുണ്ട്. അതായത് എവിടെ വെച്ചാണ് ഈ സ്ത്രീ പ്രസവിച്ചത്? അത് വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്, അച്ഛനും അമ്മയും മകളുമാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഈ വിവരങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങൾ എങ്ങനെയുണ്ടായി? കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിയുകയായിരുന്നോ അതോ ചാപിള്ളയായിരുന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും വ്യക്തതയില്ലാതെ കിടക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഈ കാര്യത്തിൽ വെളിച്ചം വീശാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലുള്ള ചില സംശയങ്ങൾ അത് ഈ ഘട്ടത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രാവിലെ 8 മണിയോടുകൂടിയാണ് നട റോഡിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കാണുന്നത്. അതൊരു ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ്. പൊക്കിൾക്കൊടി പോലും മാറ്റിയിട്ടില്ല. തുടർന്ന് ഇത് കണ്ട നാട്ടുകാരാണ് വിവരം രാവിലെ തന്നെ പോലീസിനെ അറിയിച്ചത്. ഈ ഭാഗത്തേക്കൊക്കെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഇത് ആദ്യം കാണുകയും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് പോലീസ് ഈ സ്ഥലത്തെത്തി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ആരെങ്കിലും അവിടെ കൊണ്ട്
ഉപേക്ഷിച്ചു പോയതാണോ എന്ന് ചില സംശയങ്ങളൊക്കെ തന്നെ പോലീസിനുണ്ടായിരുന്നു. ഇത് അറിയുന്നതിനും മറ്റുമായി സമീപമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇങ്ങനെ ശേഖരിക്കുമ്പോഴാണ് ഈ റോഡിന് സമീപമുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് ഈ കുഞ്ഞിനെ താഴത്തേക്ക് ഒരു പൊതിഞ്ഞ ഒരു പൊതി താഴത്തേക്ക് എറിയുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ CCTV കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് പിന്നീട് അന്വേഷണം നടത്തിയത്. ഒരു ആമസോണിന്റെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ കുഞ്ഞിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ കവറിൽ ചില അഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഈ അഡ്രസ്സ് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ഈ പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കുറ്റകൃത്യത്തിൽ അവർക്ക് പങ്കില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഇവരുടെ 3 പേരുടെയും വിശദമായിട്ടുള്ള മൊഴി പോലീസ് അവരുടെ ഫ്ളാറ്റിലെത്തി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പോലീസ് പറയുന്നത് പുലർച്ചയോടുകൂടിയാണ് ഈ പ്രസവം ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടി റൂമിൽ വാതിലടച്ച് ശുചിമുറിയിൽ കയറിയാണ് ഈ പ്രസവം നടത്തിയത്. അതിനുശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹം, അത് ഒരുപക്ഷെ പോലീസ് പറയുന്നത് ഇത് ചാപിള്ളയായിരുന്നോ അതോ ഈ പെൺകുട്ടി തന്നെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ മൃതദേഹം റോഡിലേക്ക് എറിഞ്ഞതാണോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇതിന് സമീപമായി ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന ഒരു വലിയൊരു പറമ്പുണ്ട്. ആ പറമ്പ് ലക്ഷ്യമാക്കി എറിഞ്ഞതിനിടയിൽ ദിശ തെറ്റി അത് റോഡിലേക്ക് വീണതാണോ, ഇങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെയാണ് പോലീസിന് ഈ ഘട്ടത്തിലുള്ളത്. അതിൻ്റെ ഒരു ആദ്യ നടപടി എന്ന നിലയിൽ ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കായി മാറ്റിയിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ, വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമേ ആ കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു ഷാൾ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ ഷോൾ ഉപയോഗിച്ച് ആ കുഞ്ഞിനെ കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം അത് ഉപേക്ഷിക്കുന്നതിനായി ആ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് അത് താഴേക്ക് വലിച്ചെറിഞ്ഞതാകാം. അത് ഈ പറഞ്ഞതുപോലുള്ള സമീപമുള്ള മാലിന്യ കൂമ്പാരം ഉന്നം വെച്ചെറിഞ്ഞത് പിന്നീട് അത് ലക്ഷ്യം തെറ്റി റോഡിലേക്ക് വീണതാകാം. ഇങ്ങനെയുള്ളൊരു സംശയം പോലീസിനുണ്ട്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അത് ചാപിള്ളയായിരിക്കാം. പക്ഷേ ഈ മാതാപിതാക്കളോട് പറയാതിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പെൺകുട്ടിയുടെ ഒരു ആവശ്യമായിരിക്കാം. അങ്ങനെയുള്ള ചില സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് അസ്വാഭാവികമായി തോന്നുന്നത്, ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു, അവർ ശുചിമുറിയിൽ പ്രസവിക്കുന്നു, അതിനുശേഷം ആ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തേക്ക്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ആ വീട്ടിലുള്ളതാകെ 3 പേരാണ്, അച്ഛനും അമ്മയും ആ സ്ത്രീയും. പിന്നീടാണ് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആ വീട്ടിലെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല എന്നാണോ പോലീസ് പറഞ്ഞത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് പറഞ്ഞത്. കാരണം ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ കുറ്റകൃത്യത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കില്ല എന്നും പോലീസ് ആദ്യഘട്ടത്തിൽ അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് അങ്ങനെ തന്നെയാണ് ഉറപ്പാക്കുന്നത്. ഒപ്പം തന്നെ അവിടെയുള്ള, അതായത് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ അവിടെയുള്ള ആശാ വർക്കർമാരെയൊക്കെ പോലീസ് വിളിച്ചു വരുത്തി അവരുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിലൊരാൾ നമ്മളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. കാരണം അവർ താമസിക്കുന്ന ആ ഏരിയയിലുള്ള കുഞ്ഞുങ്ങളൊക്കെയായി താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗർഭിണിയായി താമസിക്കുന്ന ആളുകൾ, ഇവരുടെ ഒക്കെ വിശദാംശങ്ങൾ ഞങ്ങൾ ആശാ വർക്കർമാരുടെ കയ്യിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയോ ഞങ്ങളുടെ ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുന്നു. അതായത് വളരെ കൃത്യമായി തന്നെ ഈ പെൺകുട്ടി ഇത് രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഗോപി സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിനുള്ളിൽ കഴിയുമ്പോൾ അച്ഛനും അമ്മയും അമ്മുമ്മയും ഒക്കെ ഉണ്ട് ആ വീട്ടിൽ. അവരൊക്കെ താമസിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടിക്ക് ഇത്രയും കാലയളവിൽ അതെങ്ങനെയാണ് ഇങ്ങനെ രഹസ്യമാക്കി സൂക്ഷിക്കാൻ കഴിയുക എന്നൊരു സംശയം തന്നെയാണ് പോലീസിനും ഉള്ളത്. പക്ഷേ ഇവർക്ക് പങ്കില്ല എന്ന് പറയുമ്പോഴും ഇവരെ മൊഴി വളരെ വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം ഇവർ പറയുന്നതിൽ ഇപ്പോൾ ഈ കൊലപാതകത്തിനാണോ പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഇനി കൊലപാതക കുറ്റം ചുമത്തിയാണോ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും ഗോപി, ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെ വളരെ വിശദമായി തന്നെ ഇനി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അവരൊരു കേസിലെ അതിജീവിതയാണെന്ന് പോലീസ് പറയുന്നു. അവർ ഒരു പീഡനത്തിന് ഇരയായ പെൺകുട്ടിയാണ്. അപ്പം അവരുടെ ഒരു മാനസിക നില കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അവരുടെ ഒരു പ്രസവം കഴിഞ്ഞത്. അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവർക്ക് ഒരു മെഡിക്കൽ സംവിധാനം, മെഡിക്കൽ സഹായം
സഹായം നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവരുടെ വിശദമായിട്ടുള്ള മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷം പിന്നീട് കൂടുതൽ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നൊന്നല്ല. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു കൊലപാതകത്തിലേക്ക് ഈ കുഞ്ഞിനെ ഈ പറഞ്ഞതുപോലെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എങ്കിൽ വീണ്ടും മറ്റു വകുപ്പുകളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇനി മറ്റ് വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പോലീസിന് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ശ്യാംകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്യാം നേരത്തെ തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ പെൺകുട്ടി പീഡനത്തിനിരയായിരുന്നുവെന്നും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചയാൾ ആരാണ് എന്നതിനെക്കുറിച്ച് പോലീസിന് ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരാളാണ് ഇതിന് പിന്നിൽ എന്നുമാണല്ലോ. ഇത് ആ പെൺകുട്ടി തന്നെ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് ഈ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? ഇയാളുടെ അറസ്റ്റ് അല്ലെങ്കിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി വളരെ പെട്ടെന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണോ? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വിവരങ്ങളെല്ലാം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചത്. അത് പെൺകുട്ടി മൊഴിയായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഒരു അതിജീവിത ഉൾപ്പെട്ട അല്ലെങ്കിൽ അതിജീവിതയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുള്ള കേസായതിനാൽ തന്നെ അതിൽ കൂടുതൽ വിവരങ്ങൾ നിയമപരമായി നമുക്കും പങ്കുവെക്കാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഈ കേസിൽ പെൺകുട്ടി നൽകിയ മൊഴി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പോലീസിന്റെ കൈവശം നിലവിലുള്ളത്. പിന്നീട് ഇവരുടെ ചാറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും മുൻപ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടു എന്ന് പറയുന്ന സമയം മുതലുള്ള ചാറ്റുകൾ ശേഖരിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സൈബർ പോലീസിന്റെ സഹായം ഉൾപ്പെടെ തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക്, ഈ കേസിലെ കുറ്റാരോപിതൻ എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അയാളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും പോലീസിന്റെ കൈവശമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. അയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും അയാൾക്കും 23 വയസ്സ് 25 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരു യുവാവാണ്. ഇവർ തമ്മിലുള്ള പരിചയമാണ് ഈ ബന്ധത്തിലേക്കും പിന്നീട് ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നതിലേക്കും ഒടുവിലൊരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകമാണോ അതോ അതിനു മുൻപ് കുട്ടി മരിച്ചിരുന്നോ എന്നുള്ളത് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തതയാകുകയുള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ആ പോസ്റ്റ്മോർട്ടം നാളെ നടക്കുക. ഏതായാലും അതിനുശേഷം മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പോലീസിന്റെ കൈവശം ഇപ്പോൾ പൂർണ്ണമായും ഉണ്ട്. ഇനി അവശേഷിക്കുന്നത് ഈ കേസിൽ പെൺകുട്ടിയോളം തന്നെ കുറ്റം ചെയ്ത ഒരാൾ, അത് യുവാവാണ്. അയാളെ കണ്ടെത്തുകയും അയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. നിലവിൽ ഈ കേസിൽ പെൺകുട്ടി 1-ാം പ്രതിയാണ്. സ്വാഭാവികമായും ഈ കേസിൽ ഉൾപ്പെട്ട 2-ാം പ്രതി ആ യുവാവാണ്. ജെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസിൽ കൂടുതലായി ചുമത്തും. ഇപ്പോൾ തന്നെ ആ കേസിൽ ജെ ചുമത്തുന്നതിനുള്ള നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട്. നിലവിൽ കൊലപാതക കുറ്റം മാത്രമാണെങ്കിലും ജെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ കൂടി ഈ കേസിൽ ഉണ്ടാകും. ആശുപത്രിയിൽ നിന്ന് വിടുതൽ നൽകിയ ശേഷമായിരിക്കും പെൺകുട്ടിക്കെതിരായിട്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തുക. ആ സമയം കൊണ്ട് തന്നെ ആ യുവാവിന്റെ അറസ്റ്റ് ഉണ്ടാകുമെങ്കിൽ അയാളെ 2-ാം പ്രതിയാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ സമാനമായ വകുപ്പുകൾ തന്നെ അയാൾക്കെതിരെയും ഉണ്ടാകും. ഏതായാലും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസിൽ ഉണ്ടാകാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരം ഇനി പുറത്തു വരാനുള്ളത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരാണ്. അങ്ങനെയാണെങ്കിൽ അയാളിലേക്ക് ഈ അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കും എന്നുമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാർ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ മറ്റ് വിശദാംശങ്ങളായിരുന്നു വിനീത വി ജി നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. KSRTC ഡ്രൈവർ യദുവിനെതിരെ ആരോപണവുമായി സിനിമാ താരം റോഷ്ന ആൻഡ്രോയ്. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നു. അപകടകരമാം വിധം തന്റെ വാഹനത്തെ മറികടന്ന ഡ്രൈവർ പിന്നീട് ബസ് നിർത്തി ഇറങ്ങി വന്ന ശേഷം ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തുവെന്നാണ് റോഷ്ന പറയുന്നത്. ഇപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല ഇത്. ഇതെനിക്ക് ലാസ്റ്റ് ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായൊരു ഇഷ്യൂ ആണിത്. ഈ സെയിം ഡ്രൈവർ തന്നെയാണ്. നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല. നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും. അപ്പോൾ യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത്. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. KSRTC ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം, അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട്. KSRTC ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം. മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു തൃപ്തികരമല്ല. സലിം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സലിം, ഈ റോഷ്ന ആൻഡ്രോയ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്ന അവരുടെ അനുഭവമായി പുറത്തു വന്നിരിക്കുന്ന കാര്യം,
ഇത് KSRTC ഡ്രൈവറായ ഈ വിവാദത്തിലെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഡ്രൈവറായ യദുവിനെ പ്രതിരോധത്തിലാക്കുന്നതാണല്ലോ. എന്താണ് ഈ റോഷ്ന ആൻഡ്രോയ്ക്കുണ്ടായ അനുഭവം? എന്താണ് അവർ പറയുന്നത്? ഗോപി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണം സമാനമായി ഈ ഡ്രൈവർ യദു വിവിധ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ ഈ മേയറുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിശദീകരണമായി വന്നതാണ്. ഏറെക്കുറെ അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സിനിമാ താരം കൂടിയായ റോഷ്ന ആൻഡ് റോയിയുടെ പ്രതികരണം. ഇതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഈ കുറിപ്പിൽ പറയുന്നത് ഇത് മാസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വാർത്തകളിലുമായി ഈ യദു നിറഞ്ഞപ്പോഴാണ് ഇയാളാണെന്ന് ഉറപ്പിച്ചത്. ജൂൺ ജൂലൈ മാസത്തിനിടയ്ക്കായിരുന്നു. മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. വലിയ കുന്നംകുളം ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ ഒരു വശത്തു കൂടി മാത്രമേ വാഹനം പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ആ സമയത്ത് ഇയാൾ വളരെ വേഗത്തിൽ അവിടെ പതുക്കെ പോകണമെന്ന ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ച് പല വാഹനങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ KSRTC ബസ്സുകാരൻ, ഈ യദു ഓടിച്ചിരുന്ന KSRTC ബസ് കടന്നു വരികയായിരുന്നു. ഒരു വാഹനത്തിന് കഷ്ടിച്ച് മാത്രം പോകാൻ കഴിയുന്ന വഴിയിൽ തന്റെ വാഹനത്തിൽ പല വാഹനങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് തങ്ങൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ പിറകു വന്ന് ഹോൺ മുഴക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ഈ ഒരു വാഹനത്തിന് മാത്രം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ താനും തിരികെ ദേഷ്യം വന്ന് ഹോൺ മുഴക്കി. അതിനുശേഷമാണ് ഇയാൾ ഓവർടേക്ക് ചെയ്ത് കയറിയതിന് ശേഷം വീണ്ടും ഈ ബസ് നിർത്തിയതിന് ശേഷം ഇവരെ ചീത്ത വിളിച്ചു, മോശം സംഭാഷണങ്ങൾ, അശ്ലീല സംഭാഷണം ഉൾപ്പെടെ നടത്തി എന്നുള്ളതാണ് ആരോപണം. അതിനുശേഷം ഇവർ ഇത് കുറച്ച് വേഗത്തിൽ ഓടിച്ചു പോവുകയും അതിന് മുൻപിൽ ഒരു MVDയോട് പരാതി പറയുകയും ചെയ്തു. ആ MVD അവിടെ ആ പരാതി പറയുന്ന സമയത്ത് വീണ്ടും പുറകിൽ ഓടിച്ചെത്തിയ ഇയാൾ വീണ്ടും ഇത്തരത്തിൽ അസഭ്യം പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ റോഷ്ന ആൻഡ് റോയി ഇപ്പോൾ പരാതിയായി സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല തനിക്കൊരു രാഷ്ട്രീയവുമില്ല, ഈ രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫോട്ടോയിൽ ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്നത് എന്നുകൂടി അവർ വിശദീകരിക്കുന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ ഈ ഒരു ബസ്സിന്റെ ഫോട്ടോ കൂടി ചേർത്തിട്ടുണ്ട്. ബസ്സിന്റെ ഫോട്ടോ കൂടി ചേർത്ത ശേഷം ഇത് അന്ന് അദ്ദേഹം ഓടിച്ചിരുന്ന ബസ്സാണ്. മാത്രമല്ല വെറുതെ ഒരു ഫോട്ടോ, ഒരു KSRTC ബസ്സിന്റെ ഫോട്ടോ അങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി മാത്രമായി എടുത്തു വെക്കില്ലല്ലോ എന്നുകൂടി അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ റോഷ്ന ആൻഡ്രോയ് എന്ന സിനിമാ താരം പങ്കുവച്ചിരിക്കുന്നത്, ഉയർത്തിയിരിക്കുന്നത്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമെത്തിയാണ് പത്രിക നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നു. രാഹുൽ അമേഠിയിൽ നിന്ന് ഭയന്നോടിയെന്ന് നരേന്ദ്രമോദി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. दूसरी सीट पर भी उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे अमेठी आएंगे, लेकिन अमेठी से भी इतना इतने डर गए, वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. ये लोग गुम गुम कर सबको कहते हैं डरो मत. मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत. രണ്ടിടത്തും ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും എന്ന് ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ആ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ്. അമേഠി റായ്ബറേലി സീറ്റുകൾ, ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി സീനിയർ നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് അദ്ദേഹം അനുസരിച്ചു. പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കും. കേരളത്തിൽ ചോദ്യം ഉയർന്നാലൊന്നും പ്രശ്നവും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ചോദ്യത്തിനൊന്നും ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ യു പിയിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ റായ്ബറേലിയിൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമുക്ക് ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകാം വിവരങ്ങളുമായി. ബൽറാം, ഇതിപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ വരുന്നതിനെ പരിഹസിക്കുന്ന നരേന്ദ്രമോദിയുടെ പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതിനുള്ള KC വേണുഗോപാലിൻ്റെ മറുപടിയും കണ്ടു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരരംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ മത്സരത്തെ കാണുന്നത്? BJPയുടെ
കൗണ്ടർ സ്ട്രാറ്റജികൾ എന്താണ്? ഗോപികൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഉത്തർപ്രദേശ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്തവണ ഉത്തർപ്രദേശിലെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് തന്നെയാണ് ഈ ആവശ്യം ഹൈക്കമാൻഡിനോട് പലതവണ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചത്. അമേഠി റായ്ബറേലി സീറ്റുകളിൽ ഇരുവരും മത്സരിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ പ്രിയങ്ക ഈ ആവശ്യം അംഗീകരിച്ചില്ല. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് നിലവിൽ തന്നെ കുടുംബവാഴ്ച എന്ന ആരോപണം പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പ്രിയങ്ക കൂടി മത്സരരംഗത്തുണ്ടെങ്കിൽ അതിന് സാധുത നൽകുന്ന തരത്തിലുള്ളതാകും. അതുകൊണ്ട് മത്സരത്തിൽ നിന്ന് മാറി നിന്ന് പ്രചരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നായിരുന്നു പ്രിയങ്ക നിലപാടെടുത്തത്. അതിൽ ഉറച്ചു നിന്നു. എന്നാൽ രാഹുൽ ഗാന്ധി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടായത് രണ്ടിടങ്ങളിലും വിജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിലാണ്. വയനാടുമായി വൈകാരിക ബന്ധമുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ തന്നോടൊപ്പം നിന്ന ജനതയാണ് വയനാട്ടിലേത് എന്നാണ് രാഹുൽ നിലപാടെടുത്തത്. ഒപ്പം തന്നെ രാഹുൽ വയനാട്ടിന് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ച് അവിടെ നിന്ന് ജയിച്ചാൽ പിന്നീട് വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ 2026 അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന് കേരളത്തിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ അറിയിച്ചതും അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി. തുടർന്ന് റായ്ബറേലി ആണെങ്കിൽ അത് വൈകാരികമായ ബന്ധം ജനങ്ങൾക്ക് മുന്നിൽ, അണികൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കഴിയും എന്നും ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി അടക്കമുള്ളവർ മത്സരിച്ച മണ്ഡലമാണ് എന്ന കാരണമുണ്ട് എന്നും ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഒപ്പം തന്നെ പ്രിയങ്കയും രാഹുലും മത്സരരംഗത്ത് വേണം എന്ന ഒരു നിർബന്ധം പിടിച്ച പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയാണ്. ഇത് പാർട്ടിക്ക് വലിയ ഊർജം നൽകും ഇന്ത്യ സഖ്യത്തിനും എന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് BJP നേതാക്കൾ കടുത്ത വിമർശനങ്ങളും പരിഹാസവും ഉന്നയിക്കുമ്പോഴും വലിയ ആൾക്കൂട്ടം രാഹുലിനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. അത് സംസ്ഥാനത്ത് ഉത്തർപ്രദേശിലെ 80 മണ്ഡലങ്ങളിൽ മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ മുഴുവൻ അത് ഗുണം ചെയ്യും എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അമേഠിയിലെ മത്സരിക്കാൻ കിഷോർലാൽ ശർമ്മയെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റാലിയിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ഗാന്ധി കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായില്ല എങ്കിൽ പോലും വലിയ തോതിൽ പ്രവർത്തകരുടെ സാന്നിധ്യം ആ റോഡ് ഷോയിലും ഉണ്ടായിരുന്നു എന്നുള്ളതും കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസത്തിന് ബലം നൽകുന്നതാണ്. അതേസമയം രാഹുൽ അമേഠി ഉപേക്ഷിച്ച് റായ്ബറേലിയിൽ സുരക്ഷിത മണ്ഡലം റായ്ബറേലിയിൽ എത്തി എന്നുള്ളത് പ്രചരണമാക്കാനാണ് BJPയുടെ നീക്കം. എന്നാൽ മത്സരരംഗത്ത് ഹിന്ദി ഹൃദയഭൂമിയിലും ഒളിച്ചോടുന്നില്ല, മത്സരിക്കാനായി രാഹുൽ ഇറങ്ങിയിരിക്കുന്നു എന്ന സന്ദേശം നൽകാൻ കഴിയുമെന്നും അതിലൂടെ മറ്റ് ഈ വരാനിരിക്കുന്ന 3ാം ഘട്ടം മുതലുള്ള മത്സരങ്ങളിൽ എല്ലാം ശക്തമായ സാന്നിധ്യമായി കോൺഗ്രസ് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുമെന്ന സന്ദേശം നൽകാമെന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ കബളിപ്പിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രനും വിമർശിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, സ്ഥിരമായി അദ്ദേഹം ചെയ്യുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം, ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം, അത് അദ്ദേഹം എവിടെയും ആവർത്തിച്ചു. വയനാട്ടിലെ പോളിംഗ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പും വഞ്ചനയും ഇത്തവണത്തെ വയനാട്ടിലെ പോളിംഗിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാനം വയനാടും റായ്ബറേലിയും കൈവിടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട്ടുകാർ അത് ആഘോഷമാക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. രാഹുൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂട്ടും. ഇടതുപക്ഷം ഇതിനെ അനുകൂലിക്കുകയാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബൈ ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിന്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും. അത്രയും ഉണ്ടാവും. അവിടെ ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ. റായ്ബറേലിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റും. പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ അത്രയും ഉണ്ടാവുള്ളൂ. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്. അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്?
ജനങ്ങളുടെ പ്രതികരണം തേടുകയാണ് 24. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരും. ഈ ജനാധിപത്യം തിരിച്ചുപിടിക്കുന്നുള്ള ഒരു പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. അവിടെ എന്തായാലും ജയിക്കില്ല. അപ്പോൾ ഇവിടെ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. നോർത്ത് ഇന്ത്യൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് പോലെയല്ല നോർത്ത് ഇന്ത്യൻസിൽ. അവിടെ കാര്യം കുറച്ച് വഷളാണ്. രാജ്യത്തിൽ നിന്നും നയിക്കാനുള്ള ഒരു പ്രാപ്തിയൊന്നും പുള്ളിക്ക് ഇതുവരെ ആയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാടിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് രാജിവെക്കാൻ സാധ്യതയില്ല. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിക്കുന്നത്, അപ്പം സാധ്യതയില്ല. അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പിന്നീട് ഇവിടെ രാജിവെക്കുകയാണെങ്കിൽ അതൊരു ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാണുന്നത്. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു താല്പര്യമില്ലാത്തൊരു കേസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വയനാട്ടിൽ നിന്ന് രാജിവെക്കൂല, ഇല്ല. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുക അവരുടെ സീറ്റാണ്. ഇവിടെ മത്സരിച്ചപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പുള്ളി വയനാടിനെ കൈവിടില്ല ഒരു വിശ്വാസമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പുള്ളിനെ പിടിച്ചെടുത്തിയ വയനാടാണല്ലോ. അതുകൊണ്ട് നമ്മളെ ഇവിടെ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും നേരം ഇതാക്കി BJP-നെ പേടിയാന്ന് പറഞ്ഞ് ലാസ്റ്റ് BJP-നെ ഒന്നും അല്ലാതാക്കുന്ന ഒരു നിലയിലേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പേടിച്ചോടിയാണ്. വയനാട് ഞാനത് പറ്റിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടി വയനാട്ടിൽ വന്ന് മത്സരിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമായിട്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ട അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. വയനാട് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമാരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വയനാട് വിടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം വയനാട്ടിലെ ജനങ്ങളും അയാളെ നെഞ്ചിലേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് അദ്ദേഹവും. രാഹുൽ ഗാന്ധി വയനാട് ഒരിക്കലും കൈവിടുകയില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവിടെ ജയിച്ചാലും ഇവിടെ തന്നെ ഉണ്ടാവും അയാൾ മൂപ്പര്. അവിടെ രാജിവെക്കാൻ മതി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ അവിടെ ജയിച്ചാലും ഇവിടുത്തെ അംഗത്തെ പിൻവലിക്കരുത് എന്നാണ്. രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ ജയിച്ചാലും വയനാട്ടിൽ നിന്ന് രാജിവെക്കില്ല. വയനാട് രാഹുൽ ഗാന്ധിൻ്റെ തറവാടാണ്. തറവാട് എന്നല്ല, ഈ നാട്ടിൽ എല്ലാവർക്കും രാഹുൽ ഗാന്ധിന് അത്ര പ്രിയകരമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പിനു വേണ്ടി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി. ജാമ്യ ഉപാധികൾ നിർദ്ദേശിക്കാൻ കോടതി ഇഡിയോട് ആവശ്യപ്പെട്ടു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ഈ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി വാദം കേൾക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണല്ലോ. വിവരം എന്താണ്? കൃഷ്ണൻ, ഈ മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റിനെയും കസ്റ്റഡിയും ചോദ്യം ചെയ്തായിരുന്നു സുപ്രീം കോടതിയെ കെജ്രിവാൾ സമീപിക്കുന്നത്. എന്നാൽ അതിൽ ഇന്ന് ഈ ജസ്റ്റിസുമാരായിട്ടുള്ള ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാർ അറിയിച്ചത് അതിൽ വാദം കേൾക്കുന്നതിൽ കാലതാമസം നേരിടും. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കെജ്രിവാളിനെ മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം, അത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന ആവശ്യം, അത് പരിഗണിക്കുന്നതിനായി ഇടക്കാല ജാമ്യാപേക്ഷ നൽകാം. അത് വേണമെങ്കിൽ ഇതിനു മുൻപായി പരിഗണിക്കാമെന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇഡിയോടുകൂടി ഇപ്പോൾ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിനുള്ള ഉപാധികൾ നിർദ്ദേശിക്കാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കും. എന്തായാലും അന്ന് ഒരു പക്ഷേ ഇടക്കാല ജാമ്യാപേക്ഷ അത് കേജ്രിവാൾ നൽകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കാരണം സുപ്രീം കോടതി തന്നെ അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ച സ്ഥിതിക്ക് അത്തരം സാധ്യതകൾ കൂടി കേജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാറ്റി നിർത്തുന്നതിനാണ് ഈ ഒരു അറസ്റ്റ് ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടിയത്. ആ സമയത്ത് ജസ്റ്റിസ് ഖന്ന തന്നെ ചോദിച്ചു, ഏത് സമയത്താണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ്, അതിനു മുൻപായാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായതെന്നും അഭിഷേക് സിംഗ്വി പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലൈംഗിക ആരോപണത്തെ ശക്തമായി നേരിടുമെന്ന് ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ മറുപടി വരുന്നു. സത്യം പുറത്തുവരും. അഴിമതിയും ദുർഭരണവും വെച്ചുപൊറുപ്പിക്കില്ലെന്നും തിരികെ ബംഗാളിൽ എത്തിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും CV ആനന്ദബോസ് പറഞ്ഞു. ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന നിലയിൽ മാത്രമാണ്. ബംഗാളിൽ ഞാൻ ചാർജ് എടുത്തപ്പോൾ ഇതൊരു പൂമത്തയല്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു. അത് നേരിടാൻ തന്നെ തീരുമാനിച്ചാണ് ഞാനിവിടെ പോയത്. ഇത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു പർവ്വതാരോഹണമാണ്, അപ്ഹിൽ ടാസ്ക്. അത് കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു രീതിയിലും തലകുനിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്നെ വളർത്തിയത് കേരളമാണ്. കേരളം എനിക്ക് സഹജമായി തന്ന തൻ്റെ ഇടം, സത്യസന്ധത, അതുപയോഗിച്ചുകൊണ്ട് ബംഗാളിൽ അടിച്ച് കളിച്ച് ജയിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല.
എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് കേരളത്തിൽ എത്തുമ്പോൾ അദ്ദേഹം ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണം നേരിടുകയാണ്. എന്ത് പ്രതികരണമാണ്, എന്ത് മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്? ഗോപികൃഷ്ണൻ ആനന്ദബോസിന്റെ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാനില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായി തന്നെ പറയുകയാണ്. തിരികെ കേരളത്തിൽ നിന്ന് ബംഗാളിൽ എത്തിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. 2 മന്ത്രിമാർ ഇതിനോടകം തന്നെ താൻ ജയിലിൽ അയച്ചിട്ടുണ്ട്. 3-ാമതൊരാൾ ജയിലിന്റെ പടിവാതിൽ നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബംഗാളിലെ ദുർഭരണവും ഗുണ്ടാഭരണവും താൻ അനുവദിക്കില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് നടത്തുക. ഏതായാലും തന്റെ സർക്കാരാണ് അവിടെയുള്ളത്. വഴിതെറ്റിപ്പോയ സർക്കാരിനെ നേരായ വഴിയിൽ നയിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഭീഷണിക്കും താൻ വഴങ്ങില്ല. ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇടപെടലാണ് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രാഷ്ട്രപതി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് രാഷ്ട്രപതിയും ഗവർണറും തമ്മിലുള്ള ഇടപെടലുകൾ രഹസ്യ സ്വഭാവമുള്ളതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കില്ല എന്നാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, തിരികെ ബംഗാളിലെത്തിയ ശേഷവും ഇതിനേക്കാൾ ശക്തമായി മുന്നോട്ട് പോകും, വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാം. മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. ഡ്രൈവിംഗ് സ്കൂളിന്റെ സംയുക്തമായ ആവശ്യമാണ് 4/24 എന്നുള്ള സർക്കുലർ പിൻവലിക്കുക, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മോട്ടോർ ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുമല്ല. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുവരണം. ടെസ്റ്റ് ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം മുട്ടത്തറയിൽ സമരക്കാർ സർക്കുലർ കത്തിച്ച് കഞ്ഞിവെച്ചു. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതേസമയം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ അവരുടെ പ്രതിഷേധം തുടരുകയുമാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരം എന്നത് തുടർച്ചയായി ഈ ടെസ്റ്റുകൾ മുടങ്ങുന്നതിലേക്ക് നയിക്കുമോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കോടതിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എത്തിയത്. ഒരു ഇടക്കാല സ്റ്റേ അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ച് അവരുടെ ആവശ്യം നിഷ്കരണം തള്ളിക്കളഞ്ഞു. സർക്കുലർ പ്രഥമ ദൃഷ്ട്യാ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കേന്ദ്ര ചട്ടങ്ങളോട് യോജിച്ച് നിൽക്കുന്നതാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങളെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് എന്ത് സർക്കുലറുമായാണോ ഗതാഗത വകുപ്പ് രംഗത്ത് വന്നത്, അതേ സർക്കുലറുമായി അവർക്ക് മുന്നോട്ട് പോകാം. ഒന്നുകിൽ അപ്പീലിന് ഡിവിഷൻ ബെഞ്ചിനെ ഇനി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് സമീപിക്കാം, അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ അതേപടി അനുസരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഗോപി. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ടെസ്റ്റ് ഗ്രൗണ്ട് നവീകരണം, ടെസ്റ്റ് വാഹനങ്ങളുടെ കാലാവധി, ടെസ്റ്റുകളുടെ എണ്ണം തുടങ്ങിയവയിൽ ഇളവുകൾ അനുവദിക്കുന്നത് പരിശോധിക്കാമെന്ന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉറപ്പ് നൽകിയതായി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഫെബ്രുവരിയിലെ സർക്കുലർ പിൻവലിക്കുക എന്നതാണ്. അവരതിനു പകരം പറഞ്ഞത് സർക്കുലറിലെ പ്രധാന കാര്യങ്ങൾ, വാഹനത്തിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള ടെസ്റ്റിന്റെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഇളവ് വരുത്തി ഒരു മറുപടി നമുക്ക് വൈകുന്നേരം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മറുപടി നമുക്ക് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷ. അവിടെ അടിസ്ഥാന വിഷയം ടെസ്റ്റ് ഗ്രൗണ്ടാണ്. ടെസ്റ്റ് ഗ്രൗണ്ട് 86 ടെസ്റ്റ് ഗ്രൗണ്ടിൽ 7 എണ്ണം മാത്രമേ സർക്കാരിനുള്ളൂ. അവരാദ്യം ബാക്കി ടെസ്റ്റ് ഗ്രൗണ്ട് നവീകരിക്കട്ടെ. ടെസ്റ്റ് ഗ്രൗണ്ടൊക്കെ സജ്ജമാക്കിയതിനു ശേഷം നിങ്ങൾ ഈ പരിഷ്കാരങ്ങൾക്ക് യോജിക്കണമെന്ന് നമ്മൾ യോജിക്കേണ്ടി വരും. ഇത് ഒന്നും ചെയ്യാതെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നമ്മളെ വിട്ട് നവീകരിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി തൊഴിലാളി സംഘടനാ പ്രതികൾ നടത്തിയ ചർച്ച ഒരു തീരുമാനവുമാകാതെ പിരിയുകയായിരുന്നു.
ഗോപികൃഷ്ണൻ, ഏറ്റവും പ്രധാനമായി ഇവർ ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് ഈ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. പക്ഷേ അത് അംഗീകരിച്ചില്ല. പകരം ഇവർ ആവശ്യപ്പെട്ടത്, അതായത് ഈ 15 വർഷത്തെ കാലാവധി ഈ വണ്ടികൾക്ക്, ടെസ്റ്റ് നടത്തുന്ന വണ്ടികൾക്ക് നിശ്ചയിച്ച് നൽകിയ ഒരു കാര്യം. മറ്റൊന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകളുടെ നവീകരണമാണ്. അത് ഈ നവീകരണം മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെ പണം ഉപയോഗിച്ച് തന്നെ ചെയ്യണമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായി മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിച്ചത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില ആവശ്യങ്ങൾ കൂടി ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ഇവർ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇതിൽ ചില ഇളവുകൾ നൽകാനുള്ള ശ്രമങ്ങൾ നടത്താം, അത് പരിശോധിക്കാം, പരിശോധിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി അക്കാര്യത്തിലൊരു തീരുമാനം അറിയിക്കാമെന്നുള്ളൊരു ഉറപ്പ് ഈ CITU ഭാരവാഹികളോടും അതുപോലെ തന്നെ INTUC ഭാരവാഹികളോടും ഈ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വൈകിട്ടോടുകൂടി ഒരു തീരുമാനം അവരെ അറിയിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഇവരുമായൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത്. അതിനുശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലെ സമരരീതികൾ എന്താകണം, ഈ ടെസ്റ്റ് ബഹിഷ്കരണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവുക. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വാർത്തയിലേക്ക് വീണ്ടും. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരായ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ LH യദു കോടതിയിലേക്ക്. മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകുക. പോലീസും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ബസ്സിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തുമ്പ് ലഭിച്ചിട്ടില്ല. ക്യാമറ സ്ഥാപിച്ച കമ്പനിയുമായി KSRTC വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. സലിം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സലിം, ഈ കാര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് ഇത് നേരത്തെ പറഞ്ഞതാണ്. പുതിയ സാഹചര്യം എന്താണ്? ഗോപി, കേസുമായി ബന്ധപ്പെട്ട് യദു കോടതിയിലേക്ക് പോകും. അത് പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയിലേക്ക് പോകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് കോടതി സമീപിക്കുക എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് യദു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഒപ്പം തെളിവുകൾ അട്ടിമറിച്ചു, അതിക്രമിച്ച് ബസ്സിൽ കയറി എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് യദു കോടതിയെ സമീപിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് യദുവിന്റെ ആവശ്യം. നിലവിൽ ഈ കേസിന്റെ അന്വേഷണം തന്നെ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതാണ്. CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റിയത് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഡിപ്പോയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടെയുള്ള ജീവനക്കാരെ, ആ സമയത്തുണ്ടായിരുന്ന ജീവനക്കാരെയും ഈ നിലയിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, മൊഴി ശേഖരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്നാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതിനിടെ ഈ MLA സച്ചിൻ ദേവും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അധിക്ഷേപം നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സച്ചിൻ ദേവ് MLA ഈ വിഷയത്തിൽ ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഗോപി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കേരളത്തിൽ ചുട്ടുപൊള്ളുന്നു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ്. ഇവയടക്കം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊടും ചൂടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന സർക്കാർ ഉത്തരവ് അവഗണിച്ച് കോട്ടയം പാല സെന്റ് ജോസഫ് കോളേജ് വിദ്യാർത്ഥികളുടെ ക്യാമ്പസിൽ എത്താൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 12 ദിവസത്തിൽ 10 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. പാലക്കാട് ഇന്നലെ സാധാരണയേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ സാധാരണയേക്കാൾ 4.6 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടും രേഖപ്പെടുത്തി. പുനലൂർ, കണ്ണൂർ എയർപോർട്ട്, തൃശൂർ വെള്ളാനിക്കര, കോട്ടയം എന്നിവിടങ്ങളിൽ 37 മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു താപനില. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് ഈ ആഴ്ച കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഉൾപ്പെടെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് കൂടി അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അന്തരീക്ഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. പകൽ ചൂടിനൊപ്പം രാത്രികാല താപനിലയും അസഹനീയമായ നിലയിലാണ്. തിങ്കളാഴ്ച വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നതടക്കം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, ഈ കള്ളക്കടൽ പ്രതിഭാസം എവിടെയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്? കഴിഞ്ഞ 2 മാസങ്ങളായി സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉയരുന്ന ഈ കള്ളക്കടൽ അത് വീണ്ടും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിൽ നൽകുന്ന മുന്നറിയിപ്പ്.
കേരള തീരത്ത് ഇതിന്റെ പശ്ചാത്തലത്തിൽ റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾക്ക് കാരണമാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാവിലെ 2:30 മുതൽ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം അറിയിച്ചിട്ടുണ്ട്. അപകട മേഖലയിൽ നിന്ന് അതീവ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മാത്രവുമല്ല മത്സ്യബന്ധന ഉപകരണങ്ങളും യാനങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി സൂക്ഷിക്കണം. മത്സ്യബന്ധനങ്ങൾ ഉപകരണ സുരക്ഷ അത് ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡ്. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. ഇതോടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ KEB തീരുമാനിച്ചു. പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കപ്പെടുമെന്നാണ് KEBയുടെ വിലയിരുത്തൽ. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനമെടുത്തത്. പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുണ്ടായി. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡാണ്. 92.1 ദശലക്ഷം യൂണിറ്റാണ് പുറത്തുനിന്നും എത്തിച്ചത്. പീക്ക് സമയ ആവശ്യകത 5797 മെഗാവാട്ട് എത്തി റെക്കോർഡിട്ടു. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപയോഗം കുറയാത്തത് ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നു. ഇന്നലെ സംസ്ഥാനത്തെ പലയിടത്തും പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പ്രാദേശിക നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് ബോർഡിന്റെ തീരുമാനം. ഇതിനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. വൻകിട വ്യവസായശാലകൾക്കുള്ള രാത്രികാല നിയന്ത്രണം ഉടൻ തുടങ്ങും. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പമ്പിങ്ങിനും നിയന്ത്രണമുണ്ടാകും. പീക്ക് സമയമായ വൈകിട്ട് 6 മുതൽ രാത്രി 12 മണിവരെ പമ്പിംഗ് നടത്തരുതെന്ന് വാട്ടർ അതോറിറ്റിയോട് KEB നിർദ്ദേശിക്കും. വൈദ്യുതി പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കാനാകുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ വിലയിരുത്തൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ വേനൽമഴ ലഭിച്ചു തുടങ്ങുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലാണ് ബോർഡിന്റെ പ്രതീക്ഷ. 2027 ഉപയോഗിക്കേണ്ടത്ര വൈദ്യുതി കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. മീൻ പിടിക്കുന്നതിന് ഇടയിൽ ന്യൂസിലാൻഡിൽ മലയാളി മുങ്ങി മരിച്ചു. ആലപ്പുഴ നെടുമുടി സ്വദേശി ശരത്താണ് മരിച്ചത്. കടലിടുക്കിൽ റോക്ക് ഫിഷിങ്ങിന് പോയപ്പോഴായിരുന്നു അപകടം. മൂവാറ്റുപുഴ സ്വദേശിക്കായി തിരച്ചിൽ തുടരുകയാണ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ 2 പേരെ കാണാതായതിൽ ആലപ്പുഴ നെടുമുടി സ്വദേശി ശശിനിവാസിൽ 37-കാരനായിട്ടുള്ള ശരത് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരാൾ മൂവാറ്റുപുഴ ചെമ്പകത്തിനാൽ ഫെറസിൽ ബാബുവിന്റെ മൃതദേഹത്തിന് വേണ്ടി തിരച്ചിൽ തുടങ്ങുകയാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് ന്യൂസിലൻഡിൽ നേരത്തെ, അതായത് ഇന്ത്യൻ പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ട് 4-ഓടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വിനോദത്തിനായി റോക്ക് ഫിഷിംഗ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ പോയത്. രാത്രി വൈകിയും ഇരുവരും വീട്ടിൽ തിരികെ എത്താത്തതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ നോർത്ത് ലാൻഡ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് 3 കിലോമീറ്റർ തീരപ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്തിയില്ല. ഇന്ന് പുലർച്ചെയോടെ ഒരാളുടെ മാത്രം മൃതദേഹം കിട്ടി. ഇവരുടെ വാഹനവും മൊബൈൽ ഫോൺ, ഷൂ എന്നിവ കടൽ തീരത്ത് നിന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഹെലികോപ്റ്ററിലും കടലിലും പരിശോധന നടത്തിയെങ്കിലും വ്യാഴാഴ്ചയും
രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്താനായിട്ടിരുന്നു. നോർത്ത് ലാൻഡ് പോലീസ് അറിയിച്ചിരുന്നു. ഫെർസിലും ശരത്തും കുടുംബത്തോടൊപ്പം ന്യൂസിലാൻഡിലെ സെൻട്രൽ വാങ്കരയിലേക്ക് അടുത്തിടെയാണ് താമസം മാറിയത്. ഈ കടലിനോട് ചേർന്നുള്ള പാറക്കെട്ടുകളിലും കുത്തനെയുള്ള കടലിടുക്കുകളിലും സാഹസികമായി നടത്തുന്ന മീൻപിടുത്തമാണ് ഈ റോക്ക് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇവർ അടുത്തിടെ ഈ ഇത്തരത്തിൽ വിനോദത്തിൽ ഉണ്ടായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ അപകടത്തിൽ കാണാതായതിൽ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഗോപികൃഷ്ണൻ. മനീഷ് മഹിവാൽ ആണ് വിവരങ്ങൾ നൽകിയത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. താൻ ഒന്നും കണ്ടിട്ടില്ലെന്ന് കണ്ടക്ടർ സുബിൻ മൊഴി നൽകി. പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ലെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഇതിൽ കണ്ടക്ടർ സുബിൻ്റെ മൊഴി എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ഈ സംഭവങ്ങൾ ഒന്നും താൻ അറിഞ്ഞിട്ടില്ല എന്നാണോ നൽകിയ മൊഴി? ഗോപികൃഷ്ണൻ, സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായതായിരുന്നു ആ സമയത്ത്, അതായത് സംഭവവും തർക്കവും നടക്കുന്ന സമയത്ത് KSRTC ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന കണ്ടക്ടറുടെ മൊഴി, കണ്ടക്ടർ സുബിന്റെ മൊഴി. കണ്ടോൺമെന്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കണ്ടക്ടർ സുബിൻ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യദു ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന് തനിക്കറിയില്ല. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തോ എന്നും അറിയില്ല. താൻ പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ വ്യക്തമല്ലെന്നാണ് കണ്ടക്ടർ സുബിൻ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ ഈ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞതെന്നും സുബിൻ മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള മൊഴിയിൽ വ്യക്തമായ ഒരു സൂചനകളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗോപികൃഷ്ണൻ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയോടനുബന്ധിച്ച് കൂടുതൽ രേഖകൾ ഹാജരാക്കി മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കാൻ കഴിയുന്ന രേഖകളാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് MLA അവകാശപ്പെട്ടു. കേസ് ഈ മാസം 6-ന് കോടതി വീണ്ടും പരിഗണിക്കും. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് മുഖ്യമന്ത്രി ഇടപെട്ടതിന് തെളിവായി യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസിന്റെ വാദം. പിന്നാലെയാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കൂടുതൽ രേഖകൾ മാത്യു കോടതിയിൽ ഹാജരാക്കിയത്. മാത്യു കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ ഇവയൊക്കെ: കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ്, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, അനുമതി നൽകണമെന്ന് പറഞ്ഞ് KREML മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ, ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ, സുപ്രധാനമായ രേഖകളാണ് കോടതിയിൽ നൽകിയതെന്ന് മാത്യു കുഴൽനാടൻ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ പക്കലുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള എവിഡൻഷറി വാല്യൂ ഉള്ള ഇതെല്ലാം ഞാൻ നിലവിൽ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. പുതിയ രേഖകൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം നൽകിയെന്നും കോടതി ഇന്ന് ചോദ്യമായി ഉന്നയിച്ചു. കേസ് ഈ മാസം 6-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കും. 24 തിരുവനന്തപുരം. പ്രസവവേദനയുമായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവതിക്ക് പരിചരണം ലഭിച്ചില്ല എന്ന പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. പുതുപ്പാടി സ്വദേശി ബിന്ദുവിന്റെ പരാതിയിലാണ് അഡീഷണൽ DMO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയത്. പ്രസവവേദനയുമായി എത്തിയ യുവതിയെ അടിവസ്ത്രം വലിച്ചുകെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്ന വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. അഡീഷണൽ DMO ഡോക്ടർ T മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേന്ദ്രന് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് DMOയുടെ തീരുമാനം. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അഡീഷണൽ DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ രൂപം നൽകിയത്. അതേസമയം റിപ്പോർട്ടിന്മേൽ DMO സ്വീകരിക്കുന്ന നിലപാടനുസരിച്ച് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് താമരശ്ശേരി പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ഡിസംബർ 13-നാണ് പ്രസവവേദനയുമായി പുതുപ്പാടി സ്വദേശി ബിന്ദു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അടിവസ്ത്രം വലിച്ചുകെട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോടെ ജനിച്ച കുഞ്ഞ് വെന്റിലേറ്ററിൽ തുടരവെ ഏപ്രിൽ 15-ന് മരിച്ചു. ഇക്കാര്യത്തിലാണ് നടപടി ആവശ്യപ്പെട്ട് ബിന്ദു പരാതി നൽകിയത്. 24 കോഴിക്കോട്. ഇതോടെ ഈ ബുള്ളറ്റിനോടെ പൂർത്തിയാകുന്നു.